വല്ലാതെ പിന്നെ ചെങ്ങന്മാരെ ഒരാൾ കമൻറ്റിൽ ചോദിച്ചിരുന്നു ഈ പായ് നിങ്ങളെങ്ങനെ മേലേക്ക് കയറ്റുകയാണ്. പായ് മൊത്തം നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നനഞ്ഞത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ലോഡ് കയറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ നനയും, അതൊക്കെ വിഷയങ്ങളാവും. അപ്പോൾ സാധാരണ ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ നിങ്ങൾ മടക്കുക എന്നുള്ളത്. വേറെ ഒന്നുമല്ല, നമ്മൾ തന്നെ ഒറ്റയ്ക്ക് തന്നെ മടക്കാം. ചില ആളുകൾക്ക് അത് കഴിയില്ല എന്ന് മാത്രം, ചില ആളുകൾക്ക് കഴിയും. എന്നെക്കൊണ്ട് ഇപ്പോൾ പഠിത്തം സഹായിച്ചിട്ട് ആരോഗ്യം ഉണ്ടായതുകൊണ്ട് കഴിയും. ഒരാൾക്ക് തന്നെ മടക്കാം. 35 അടി നീളമുള്ള പായാണിത്. ഈ 35 അടി നീളമുള്ള പായ് സാധാരണ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ നമുക്ക് വേറെ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും, ഒറ്റയ്ക്ക് കെട്ടേണ്ടി വരും, ചില സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് ഇടേണ്ടി വരും. അതുപോലെ 3 മടക്കാക്കിയിട്ട് അതുപോലെ തന്നെ സൈഡിൽ കൂടെ കയറുക. വേറെ നിവൃത്തിയൊന്നുമില്ല, അങ്ങനെ റിസ്ക്കാണ്. പിന്നെ ശ്രദ്ധിക്കണം. താഴത്തേക്ക് ഇതിൻ്റെ മുമ്പൊക്കെ ഞാൻ ഒരു പ്രാവശ്യം താഴത്തേക്ക് ചാടിയിട്ടുണ്ട്. പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട്, ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. അന്ന് ഉറക്കിൻ്റെ പ്രശ്നമായിരുന്നു. ഉറങ്ങാത്തത് കൊണ്ട് ഇതിൻ്റെ ക്യാബിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടി. അപ്പോൾ എന്തോ ഭാഗ്യം, അൽഹംദുലില്ലാ. അപ്പോൾ ഇതുപോലെ 3 മടക്കാക്കിയിട്ട് നമ്മൾ ഒരു തല ആദ്യം കയറ്റും. വീണ്ടും നമ്മൾ താഴത്തേക്ക് ഒന്ന് സെറ്റാക്കണം, ഒന്ന് ഉഷാറാക്കിയതിൻ്റെ ശേഷം വീണ്ടും ഇതുപോലെ തന്നെ റിസ്ക്കാണ് കേട്ടോ. ഒറ്റയ്ക്ക് എല്ലാവരും കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല, ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് ലോറിക്കാർ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാലുള്ള പ്രയാസങ്ങൾ ഇതൊക്കെ തന്നെ ഒറ്റയ്ക്ക്. കാരണം 150 കിലോൻ്റെ 100 കിലോൻ്റെ മുകളിൽ എന്തായാലും പായിൻ്റെ കനുണ്ടാവും. 100 പിന്നെ അനുസരിച്ചാണ് ഓരോ പായിൻ്റെ വെയിറ്റിനനുസരിച്ച്. അപ്പോൾ പിന്നെ നീളത്തിനനുസരിച്ച് വെയിറ്റിന് അങ്ങനെ ചില പായകൾ പിന്നെ കട്ടി ഇതുണ്ടാവും. SRFൻ്റെ പിന്നെ ഇതിന് പായാണിത്, നല്ല കനുള്ള പായാണ്. അപ്പോൾ 100 കിലോൻ്റെ 125 കിലോൻ്റെ മുകളിലുണ്ട് ഈ പായ്. ഇതുപോലെ മടക്കണം. കാരണം ഒറ്റയടിക്ക് ഇപ്പോൾ എന്തായാലും എടുത്ത് വെക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. അപ്പോൾ ഇതിന് നേരത്തെ മുമ്പ് ഞാനൊരു പായ് മടക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഒരു കമൻറ്റ് കണ്ടത്, ഇതെങ്ങനെയാണ് ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് എടുത്ത് വെക്കാൻ പറ്റുമോ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ്. കളിയാക്കിയിട്ടാണ് എന്തോന്നും അറിയില്ല. ഏതായാലും കളിയാക്കായിട്ടാണെങ്കിൽ അദ്ദേഹത്തിനുള്ളൊരു മറുപടിയാണ്. അല്ല, ഇത് നമ്മളെ വിഷമം കണ്ടിട്ട് ചോദിച്ചാണെങ്കിൽ ഇതാണ് അതിൻ്റെ പ്രയാസം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണം. ലോഡിൻ്റെ മുകളിൽ നിന്ന് മടക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര പ്രയാസമില്ല. കാരണം വെരി സിമ്പിളാണ്, പെട്ടെന്ന് മടക്കാം നമുക്ക്. നേരെ മറിച്ച് ലോഡ് എല്ലാം കാലിയായതിൻ്റെ ശേഷം പായ അടിയിലായി കഴിഞ്ഞാൽ പിന്നെ മടക്കൽ ലേശം പ്രയാസമാണ്. ഭയങ്കര പ്രയാസമാണെന്ന് വെച്ചാൽ ഇതൊന്നും ഇപ്പോൾ പിന്നെ നമ്മളെ വീട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അറിയുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ കൂടപ്പിറപ്പുകളോ ഒന്നും അറിയുന്നില്ല. ഇവർക്കൊന്നും അറിയില്ല സംഭവം. ചില ആളുകൾക്ക് അറിയുണ്ടാവും, ചില ആളുകൾക്ക് ഇത് അറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യൽ സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളെ പ്രയാസങ്ങൾ അവരെ അറിയിക്കലില്ല. ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്ന വരുമാനം നമ്മളെ മക്കൾക്ക് കൊടുത്ത് അതിൽ നിന്ന് കുറച്ച് മിച്ചം വെച്ച് സാധാരണക്കാരായ പാവപ്പെട്ട ഒരുപാട് രോഗികളുണ്ടാവും. അങ്ങനെ ഓരോ നമ്മളെ കൺമുന്നിൽ ഒരുപാട് വീഡിയോസും മറ്റു കാര്യങ്ങളും നമ്മൾ കാണുന്നതാണ്. ഒരുപാട് പ്രയാസപ്പെട്ട് കണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, നമ്മൾ ജോലി ചെയ്തിട്ട് കിട്ടുന്ന എൻ്റെ വരുമാനവും അതുപോലെ തന്നെ മറ്റ് ഇതും നമ്മളെന്ത് ചെയ്യും, ഇതുപോലെ പാവങ്ങൾക്ക്, അർഹതപ്പെട്ട ആളുകൾക്ക്, പഠിക്കാനാണെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനുണ്ടാവില്ല അവർക്ക്, അതുപോലെ ഒരുപാട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന നമ്മൾ ഇന്ന് ദുനിയാവിൽ കാണാത്ത, നമ്മളൊന്നും മുൻപിൽ കാണുന്ന പ്രയാസങ്ങളൊന്നുമല്ല, അതിലേറെ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഭൂമിയിലെ സ്വർഗത്തിലാണ് നമ്മളൊക്കെ. നേരെ മറിച്ച് ഒരുപാട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു താങ്ങും തണലുമാണ്. കാരണം എൻ്റെ കുടുംബം മാത്രമല്ല ഇത് കാരണം ഞാൻ പോറ്റുന്നത്, എൻ്റെ കുടുംബത്തെ മാത്രമല്ല ഒരുപാട് പേരുടെ അത്താണിയായിട്ട് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക്. ഒരുപാട് പേരുടെ കണ്ണീര് തുടക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് പടച്ചോനെ സാക്ഷി നിർത്തി എനിക്ക് പറയാൻ കഴിയും. കാരണം മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ല കേട്ടോ, ഞാൻ പറഞ്ഞാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ടാണെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു പങ്ക്, നമ്മുടെ ഒരു വിയർപ്പിൻ്റെ, നമ്മൾ അത്രയും പ്രയാസപ്പെട്ടിട്ട് ആണെങ്കിലും അതിലൊരു പങ്ക് അവർക്കും കൂടെ അർഹതപ്പെട്ടതാണ് എന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് കാലം ഇതുപോലെ പാവങ്ങളെ സഹായിക്കാനെങ്കിലും അങ്ങനെ നമ്മൾ കാരണമെങ്കിലും ഒരാൾ ജീവിക്കാനെങ്കിലും പിന്നെ അവർക്കൊരു പ്രയാസമില്ലാതെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ.